കേക്കുകളുടെ വൈവിധ്യവുമായി ബെന്നി ബെഹനാൻ എംപിയുടെ മക്കൾ. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കുന്ന ക്രിസ്മസ് കാർണിവലിൽ വ്യത്യസ്തവും വിവിധ രുചിക്കൂട്ടുകൾ ചേർത്തൊരുക്കിയ കേക്കുകളുമായി എംപിയുടെ മകൾ. സ്വന്തമായി ഉണ്ടാക്കിയ വിവിധ തരം കേക്കുകളുടെ ശേഖരവുമായാണ് ബെന്നി ബെഹനാൻ എംപിയുടെ മകൾ വീണ തോമസ് ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങിയത്. കേക്കിൻ്റെ നിർമ്മാണത്തിന് പിന്നിലെ പൂർണ്ണ പിന്തുണ പിതാവിൻ്റെ ആണെങ്കിലും കേക്ക് പ്രദർശനത്തിന് എത്തിക്കുക എന്ന ആശയം മകളുടേതാണ്. കലൂർ സ്റ്റേഡിയത്തിൽ വർഷങ്ങളായി ഡിസംബർ മാസത്തിൽ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് കാർണിവലിൽ സ്ഥിരം ഉപഭോക്താക്കളുടെ അടക്കം തിരക്കേറെയാണ്. ക്രിസ്മസിന് ഇനി ആഴ്ചകൾ ബാക്കി നിൽക്കെ 2 ദിനങ്ങളിലായി സംഘടിപ്പിച്ച ക്രിസ്മസ് കാർണിവലിൽ കേക്കുകൾ വാങ്ങാൻ തിരക്കേറെയാണെന്ന് വീണ തോമസ് പറഞ്ഞു. സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലം കേക്ക്സ്, റിച്ച് ഫ്രൂട്ട്സിൻ്റെ പ്ലം കേക്ക്, പിന്നെ നമുക്ക് നോർമൽ ഡ്രീം കേക്ക്സ് ഉണ്ട്, ബ്രൗണീസ്, കുക്കീസ്, അങ്ങനെ ജസ്റ്റ് സ്നാക്ക് ചെയ്യാൻ പാകത്തിലുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ സെയിലിപ്പം ഇന്നും നാളെയും ഉണ്ട്, 2 ദിവസവും ഫ്രം 11 to 10 ഉണ്ട്. ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്, ഹോം മെയ്ഡ് ആണല്ലോ. എന്തോ ചേർക്കുന്നത് നമ്മളെല്ലാം നാച്ചുറൽ പ്രോഡക്ട്സ് തന്നെയാണ്, വേറെ ആഡഡ് പ്രിസർവേറ്റീവ്സോ അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് നല്ല ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, റിച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, ആപ്രിക്കോട്ട്, ഫിഗ്, അങ്ങനത്തെ റിച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടാണ് പ്ലം കേക്ക് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ എന്താ പ്യുവർ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാം. അച്ഛയുടെ സപ്പോർട്ട് നല്ലോണം ഉണ്ട്, എല്ലാത്തിലും ഉണ്ട് സപ്പോർട്ട്. ഉണ്ടാക്കാൻ കൂടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ സപ്പോർട്ടും എനിക്കുണ്ട്. സാധനം വാങ്ങിത്തരാനൊക്കെ കൂടാറുണ്ട്. കുഴപ്പമില്ലാതെ പോകണം, നല്ലൊരു പോസിറ്റീവ് സ്റ്റാർട്ടായിരുന്നു ഞങ്ങൾക്ക്. അടിച്ചു പൊളിക്കാനുള്ളത് വരുന്നു, 2 ദിവസം ഉണ്ടല്ലോ. സോ മകളുടെ ഇഷ്ടങ്ങളേക്കാൾ നിർമ്മിക്കുന്ന കേക്കിന്റെ രുചി തൃപ്തരായ സുഹൃത്തുക്കൾ പറഞ്ഞതറിഞ്ഞ് പ്രോത്സാഹനം നൽകാനാണ് സ്റ്റാളിൽ എത്തിയതെന്ന് ബെന്നി ബെഹനാൻ എംപി പറഞ്ഞു. കഴിച്ചവർ കൂടുതൽ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായമാണ് കൂടുതൽ ഇൻസ്പിറേഷൻ ഉണ്ടായത്. ഞാൻ അങ്ങനെ ഒരു വലിയൊരു ഒരു എക്സ്പെർട്ട് അല്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. കാരണം ഞാൻ മധുരം കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കേക്ക് വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. പക്ഷേ ഈ കേക്കിന് കൂടുതൽ രുചി 2 ഉണ്ട്. ഒന്ന് നല്ലതാണ്, പിന്നെ ഒന്ന് മോൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ രുചിയോടുകൂടി കഴിക്കുന്നുണ്ട്. പക്ഷേ എന്നെ കഴിച്ച ഒത്തിരി കസ്റ്റമേഴ്സ് എന്നെ വിളിക്കാറുണ്ട്. ഞാനിതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിനും തയ്യാറായില്ലെങ്കിലും കഴിച്ച ഒത്തിരി കസ്റ്റമേഴ്സ് വിളിച്ച് കൺഗ്രാജുലേഷൻസ് പറയാറുണ്ട്. ഇന്ന് തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് പോയ 1-2 സ്നേഹിത വ്യക്തികൾ വിളിച്ചിട്ട് ഞാനും മോനും തമ്മിലുള്ള റിലേഷൻ ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് നന്നായിരിക്കുന്നു, അതുകൊണ്ട് ഇതിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കണം എന്നോട് പറഞ്ഞു. ഞാൻ അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കാറുണ്ട്. ഏതായാലും നന്നായിട്ട് പോട്ടെ. ഞാൻ ആദ്യം മകൾ തുടങ്ങിയ ഒരു സംരംഭമായതുകൊണ്ട് അവൾക്കും ആദ്യമായിട്ട് ഈസ് ഫസ്റ്റ് ടൈം ഒരു തരം എക്സിബിഷൻ വരുന്നത്. അതുകൊണ്ട് അവൾക്കും ചെറിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എക്സൈറ്റ്മെൻറ്റ് മാറ്റാൻ വേണ്ടി കൂട്ടിയാണ് ഞാൻ ബുദ്ധിമുട്ടുന്നത്. ഞാൻ കുറേ കഴിയുമ്പോൾ പോവുകയും ചെയ്യും. നിങ്ങൾ വന്നൊരു സന്തോഷം. ഓക്കെ. സ്റ്റാളിൽ എത്തുന്നവർക്ക് കേക്കുകളുടെ രുചി അറിഞ്ഞ് വാങ്ങി കഴിക്കാനും അവസരമുണ്ടായിരുന്നു. ക്രിസ്മസിനെ വരവേൽക്കാനായി ഒരുങ്ങുന്ന മലയാളികൾക്ക് വേറിട്ട അനുഭവങ്ങൾ സമ്മാനിക്കുകയാണ് ഈ കേക്കുകളുടെ പറുദീസ. ന്യൂസ് ബ്യൂറോ, ചാനൽ 91.